എന്തും കിട്ടും. ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മള് തുടക്കത്തെ പോലെയല്ല ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് ബ്ലോഗ് എടുത്ത് കാണിക്കുക, വീഡിയോ എടുക്കുക അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് വെറുതെ നടന്നാൽ കിട്ടുന്നുണ്ട് 1,00,000 റുപ്യ അല്ലെങ്കിൽ 50,000 റുപ്യ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളെ കണ്ടിട്ടായിരിക്കും BM എടുത്തത്. ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാ വണ്ടിയും കാണിച്ചുതരാം. ഞാൻ വണ്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി. മല്ലു ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ എല്ലാവർക്കും അറിയുന്നതാണ്. കുറേ പേര് അധികം ഫോളോ ചെയ്യുന്നവരുണ്ട്, കാണുന്നവർ, വീഡിയോസൊക്കെ കാണുന്നവരുണ്ട്. ആദ്യം തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായിട്ട് അവർക്ക് വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റൊക്കെയാണ് കൂടുതലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ വ്യക്തി ഉണ്ടെങ്കിൽ, ഈ ഒരു മല്ലു ഫാമിലി ആ മെയിനായിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാൽ ഈ ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അവരോടുള്ള വിശ്വസ്തത ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തുള്ള ഉടായ്പൊക്കെ ഓരോന്ന് ചെയ്യുക, ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വിശ്വാസമൊക്കെ കുറയുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. അതിനുശേഷം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര താല്പര്യമൊന്നും ഇല്ലായിരുന്നു വീഡിയോ കാണാൻ, വ്യൂസൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഫുള്ളായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോസും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത്, വീഡിയോസിലിടുന്ന അപ്പോഴത്തേനും എല്ലാവരും വിചാരിച്ചു ഇയാൾ നന്നായി, നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിന് താഴെ നല്ല കമൻറ്റൊക്കെ ഇടുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സോ ഇങ്ങനത്തുള്ള ബെറ്റിംഗ് ആപ്പുകളൊക്കെയാണ് ഈ ഒരു പുള്ളിക്കാരൻ വീഡിയോയിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ അധികം പേര് ഇതൊക്കെ ഉപയോഗിച്ച് കാശുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. മെയിനായിട്ട് ഇങ്ങനത്തുള്ള ആപ്പൊക്കെ എന്ത് ചെയ്യുന്നത്, ആൾക്കാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുപിടിക്കും, അവർക്ക് പൈസ ഭയങ്കരമായിട്ട് കൊടുക്കും, ഒരു മാസത്തേന് അവർ സമ്പാദിക്കുന്നതിൽ കൂടുതൽ പൈസയൊക്കെ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് വിശ്വസിച്ച് ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, പൈസ അതിനകത്ത് ഇട്ട് കളിക്കുകയൊക്കെ ചെയ്യും. അവസാനം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫുള്ള് പൈസയൊക്കെ പോയി ആത്മഹത്യ ചെയ്ത് അങ്ങനെയുള്ളവരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും വലിയ കാര്യമായിട്ടും എടുക്കുന്നില്ല, അവരെ നല്ല പൈസ വാങ്ങുന്നു, ഭയങ്കരമായിട്ട് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, പല സിനിമാ നടന്മാരൊക്കെ ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ആർക്കും എന്തോ ഒരു ഉത്തരവാദിത്വമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ഈ ഒരു കാര്യം ഇവർ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ വിശ്വസിച്ച് അത് കളിച്ച് കഴിഞ്ഞതിന് ശേഷം എത്ര കണക്കിനാണ് പൈസ പോകുന്നതെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഇന്ന് തന്നെ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ധ്യാൻ ശ്രീനിവാസനും ഇതേ കണക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. ഇങ്ങനെയുള്ളവർ പൈസയ്ക്ക് വേണ്ടി എന്തും ബാക്കിയുള്ളവരെ, അവരെ വിശ്വസിക്കുന്ന ആൾക്കാരെ വരെ വഞ്ചിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളിങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അത് കളിക്കാനൊന്നും തന്നെ നിൽക്കരുത്. എന്താണെന്ന് തിരക്കിയതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ആയിരിക്കും പോകുന്നത്. സോ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെന്ന് പെടാതിരിക്കുക. എന്ത് ചെയ്യുകയാണെങ്കിൽ നോക്കിയും കണ്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് അതിൽ ചാടിക്കയറി എന്തെങ്കിലും ഗെയിമോ ഒന്നും ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ നിൽക്കാതെ അതൊക്കെ ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും, നിങ്ങൾക്ക് വൻ നഷ്ടങ്ങളും ഉണ്ടാവും.